ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഈ ബാഗൊക്കെ പിടിച്ചുകൊണ്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. വേറെ എങ്ങോട്ടുമല്ല, എനിക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച, അതായത് 22 ഡിസംബറിലായിരുന്നു. അപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ ഗണപതി അമ്പലത്തിലായിരുന്നു. അപ്പോൾ അതിന് പോകുന്ന കുറച്ച് ക്ലിപ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാടൊന്നും എടുത്തൊന്നുമില്ല, കാരണമൊക്കെ ഞാൻ പിന്നെ പറയാം. അപ്പോൾ അവിടെ ഞങ്ങൾ 4 മണിക്ക് ചെന്നു. ആക്ച്വലി ഇതൊരു വേറൊരു ഡാൻസ് സ്കൂളിലെ പ്രോഗ്രാമാണ്. അപ്പോൾ എൻ്റെ സാറ് അതിലൊരു ഐറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചതാണ്. സോ ഇതൊക്കെ അവിടുത്തെ സ്റ്റുഡൻസ് ആണ്. ഞാൻ ചെയ്തത് കുച്ചിപ്പുടിയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ, ഞാൻ അന്നത്തെ ദിവസം തന്നെ ഉച്ചയ്ക്ക് അപ്പയെ കൊണ്ട് ഓല വെട്ടിക്കുവാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. എൻ്റെ ഫോക്ക് ഡാൻസ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ പ്രോഗ്രാമിൻ്റെ അടുത്ത ദിവസമാണെങ്കിൽ എനിക്ക് മത്സരം ഉണ്ടായിരുന്നു, കേരളോത്സവത്തിൻ്റെ കൊട്ടാരക്കരയിലെ മത്സരം. അതായത് 23 ഡിസംബറിലായിരുന്നു. അപ്പോൾ അന്ന് 22-ൽ എനിക്കന്ന് പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞ് രാത്രി വന്നിട്ട് സുനിതാൻറ്റിനെ കൊണ്ട് ഓലത് ഇതേപോലെ ചെയ്യിക്കുകയാണ്. എനിക്ക് ഫോക്ക് ഡാൻസ് ഇങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ മത്സരത്തിന് ആൻറ്റി തന്നെയാണ് ചെയ്തു തന്നത്. രാത്രിയായിട്ട് ആൻറ്റി ചെയ്തു തന്നു. താങ്ക് യു ആൻറ്റി. പിന്നെ ഇതും ആ തലേന്ന്, അതായത് സൺഡേ ഞാൻ ഓർണമെൻറ്റ്സ് ഒക്കെ എടുത്ത് വെക്കുകയാണ്. ഞാനല്ല, ആക്ച്വലി അമ്മയാണ് എല്ലാം പാക്ക് ചെയ്തത്. ഈ ഓർണമെൻറ്റ്സ് ആക്ച്വലി വാടകയ്ക്ക് എടുത്തതാണ്. എൻ്റെ ഓർണമെൻറ്റ്സ് ഞാൻ കമ്മലും അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നു. ബാക്കിയൊക്കെ റെൻറ്റഡ് ആയിട്ടുള്ളത് തന്നെയാണ് എടുത്തു വെച്ചത്. സോ അങ്ങനെ നെക്സ്റ്റ് ഡേ നേരത്തെ തന്നെ എണീറ്റു. തലേന്ന് ഉറങ്ങിയപ്പോൾ തന്നെ ലേറ്റായി. പ്രോഗ്രാം കഴിഞ്ഞ് വന്ന് എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഡാൻസ് ഒന്നും അങ്ങനെ നോക്കാനും പറ്റിയില്ലായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റ് കുറച്ച് നേരം ഡാൻസ് നോക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് നോക്കുവാണ്. അപ്പോൾ അമ്മ വീഡിയോ എടുക്കുന്നതിന് ആദ്യം കണ്ടില്ലായിരുന്നു, പിന്നെയാണ് കണ്ടത്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഈ വ്ളോഗ് ഇടാൻ ലേറ്റ് ആയതും എനിക്ക് പനിയൊക്കെ ആയിരുന്നു. എനിക്ക് വോയിസ് കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ചുമയൊക്കെ കാരണം എനിക്ക് നല്ലതായിട്ട് വോയിസ് ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെ 1-2 പ്രാവശ്യം നോക്കിയിട്ട് പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ആ ഒരു ശ്രമം അവിടെ ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ കേരളോത്സവം ജില്ലാ മത്സരം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതിന് എനിക്ക് ലോങ് വീഡിയോസ് ഒന്നും അങ്ങനെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കുറച്ച് വീഡിയോസൊക്കെ എടുത്തോളൂ. അതൊക്കെ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ വർഷത്തെ എനിക്ക് ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, യൂട്യൂബിൽ ഞാൻ അത്യാവശ്യം ഒത്തിരി ലോങ് വീഡിയോസൊക്കെ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും ഞാൻ ട്രൈ ചെയ്യും മാക്സിമം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു സ്കൂളിലാണ് മത്സരം. കഴിഞ്ഞ വർഷം ഇവിടെ തന്നെയായിരുന്നു കേരളോത്സവം നടന്നത്, ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂൾ കൊട്ടാരക്കര. സോ ഇവിടെയാണ് ഈ വർഷത്തെ കൊല്ലം ജില്ലാ കലോത്സവം നടന്നത്, ഇവിടെ തന്നെയാണ്. പിന്നെ എൻ്റെ അപ്പ പഠിച്ച സ്കൂളും കൂടെയാണ്, ഇവിടുത്തെ ഫേമസ് ഗവൺമെൻറ് സ്കൂൾ തന്നെയാണ്. സോ ഇവിടെയാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ എത്തിയിരുന്നു. അവിടെ ആരുമില്ലായിരുന്നു. അവിടെ മത്സരം നടക്കുന്നത് ഇവിടെ തന്നെയാണോ എന്ന് തന്നെ ഞങ്ങൾക്ക് ഡൗട്ടായിപ്പോയി. ഞാനും അമ്മയും ഉണ്ടായിരുന്നോളൂ. എല്ലാവരും വന്നപ്പോൾ 9-9:30 ആയി. പിന്നെ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഗ്രീൻ റൂം കിട്ടാനും ലേറ്റായി. അപ്പോൾ അങ്ങനെ ഒക്കെ കഴിഞ്ഞ് ഒരു 9-9:30 ആയപ്പോഴാണ് മേക്കപ്പ് സ്റ്റാർട്ടായത്. അപ്പോൾ എനിക്ക് ഇപ്രാവശ്യം മേക്കപ്പ് ഇട്ടത് ബൈജു മാമനാണ്. എൻ്റെ പണ്ട് മേക്കപ്പ് ഇട്ടിട്ട്, പിന്നെ ഈ ഇടയ്ക്ക് ഗണപതി അമ്പലത്തിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഇപ്പം കഴിഞ്ഞതല്ല, ഒരു മെയ് ഉത്സവ സമയത്ത് പ്രോഗ്രാമിന് ഈ മാമനായിരുന്നു മേക്കപ്പ് ഇട്ട്. അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് വിളിക്കുന്നത്. സോ മേക്കപ്പിൻ്റെ സാധനങ്ങളൊക്കെ അമ്മയാണ് ഇതൊക്കെ വീഡിയോ എടുത്തത്. ഞാൻ ആക്ച്വലി മറ്റേ ലാൻഡ്സ്കേപ്പായിട്ട് വീഡിയോ ഇടണമെന്ന് വിചാരിച്ചാണ് ഞാൻ അമ്മയെ കൊണ്ട് ഇങ്ങനെ എടുപ്പിച്ചത്. പക്ഷേ ഞാൻ എടുത്തതൊക്കെ പോർട്രേറ്റ് മോഡലായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ പോർട്രേറ്റ് ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ മേക്കപ്പൊക്കെ നിങ്ങൾ ഫോട്ടോസൊക്കെ കുറച്ച് പേരെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നല്ല അടിപൊളി മേക്കപ്പാണ്. എല്ലാവരും പറഞ്ഞിരുന്നു നല്ല മേക്കപ്പായിരുന്നു എന്ന്. പിന്നെ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് ഡാൻസ് എല്ലാം കഴിഞ്ഞ് മേക്കപ്പ് കളയാനും എളുപ്പമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഐറ്റം ഭരതനാട്യമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുച്ചിപ്പുടി ചെയ്തില്ല, കാരണം 4 ഐറ്റംസ് ചെയ്യാൻ ഒക്കത്തുള്ളായിരുന്നു. ഭരതനാട്യം കഴിഞ്ഞിട്ട് പിന്നെ എനിക്കുണ്ടായിരുന്നു മോഹിനിയാട്ടം, പിന്നെ കേരള നടനം, പിന്നെ ഫോക്ക് ഡാൻസ് ആയിരുന്നു. കേരള നടനമാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. സോ പ്രൈസസ് ഒക്കെ എന്താ കിട്ടിയെന്ന് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ എൻ്റെ കൂടെ മത്സരിക്കാൻ കുറച്ച് പേരുണ്ടായിരുന്നു. അവരൊക്കെ അപ്പുറത്തായിരുന്നു മേക്കപ്പ് ഇടുന്നത്. പിന്നെന്താണ്, ഡാൻസൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും ഒരു 11 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. പിന്നെ അതിന് മുമ്പ് മിമിക്രി, മോണാക്ട്, വയലിൻ, ലൈറ്റ് മ്യൂസിക്, ക്ലാസിക്കൽ മ്യൂസിക്, അങ്ങനത്തെ ഉള്ള ഐറ്റംസൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കേട്ടുകൊണ്ടാണ് ഞങ്ങൾ മേക്കപ്പ് ഇടുന്നത്. അങ്ങനെ ഏകദേശം മേക്കപ്പിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജൊക്കെ ആയി. മൂക്കുത്തി ഒട്ടിക്കുന്നതും പിന്നെ ഐലാഷ് ഒട്ടിക്കുന്നതൊക്കെ ആയിരുന്നു. മൂക്കുത്തി ആക്ച്വലി ലാസ്റ്റാണ് ഒട്ടിച്ചത്. ഐലാഷ് ഒട്ടിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. കോമ്പറ്റീഷൻ ഐലാഷ്
എനിക്ക് തോന്നുന്നു മസ്റ്റാണ് തന്നെയാണെന്ന് തോന്നുന്നു. കാരണം എല്ലാവരും വെക്കാറുണ്ട്. പണ്ടൊന്നും അത്ര ഇതായിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് വർഷം കൊണ്ട് എല്ലാവരും ഐലാഷസ് ഇങ്ങനെ വെക്കാറുണ്ട്. കോമ്പറ്റീഷന്, പ്രോഗ്രാമിന് ഞാനങ്ങനെ വെക്കത്തൊന്നുമില്ല. പിന്നെ ഈ മേക്കപ്പ് ഇടുന്നത് മാത്രമാണ് നല്ല അത്യാവശ്യം ഇച്ചിരി ഇതായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയത്. ഇത് കഴിഞ്ഞിട്ട് എല്ലാം വളരെ പെട്ടെന്നായതുകൊണ്ട് തന്നെ ചേഞ്ച് ആവുന്നതൊന്നും ഇപ്പോൾ മുടി ചേഞ്ച് ആക്കുന്നതും ഓർണമെൻറ്റ്സും അതും പൊട്ട് ചേഞ്ച് ആക്കുന്ന അങ്ങനെ ഒന്നും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഫോട്ടോസൊക്കെ ഉണ്ട്, പിന്നെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് ഡാൻസിൻ്റെ. അതൊക്കെ ഞാൻ എപ്പോഴെങ്കിലും പിന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഫോട്ടോസൊക്കെ ഈ വീഡിയോ ലാസ്റ്റായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഉണ്ട് ഭരതനാട്യത്തിന് ഒരുങ്ങിയത് അത്യാവശ്യം നല്ലതായിട്ട് എടുക്കാൻ പറ്റി, കാരണം ടൈം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഉച്ചയ്ക്കൊന്ന് കഴിക്കാൻ പോലും ടൈം കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ ഭരതനാട്യത്തിനാണെങ്കിൽ പണ്ട് ഉള്ളവർക്ക് അറിയായിരിക്കും, വട മേളിൽ വെച്ച് അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ കുറച്ച് വർഷം കൊണ്ട് വട മേളിൽ വെക്കത്തില്ല. എന്തായാലും കാര്യമായി, കാരണം ഭയങ്കര വേദനയാണ്. നമ്മുടെ ആ നെറുകന്തലയിൽ തന്നെ വട വെച്ച് കിട്ടുമ്പോൾ ഭയങ്കര വേദന എടുക്കാറുണ്ട്. ഇപ്പോൾ എന്തായാലും അതിന് ആശ്വാസമുണ്ട്. അതിന് പകരം ചൂടാമണി ഇങ്ങനെ വെച്ചാണ് ചെയ്യുന്നത്. പിന്നെ ഈ ഓർണമെൻറ്റ്സ് ആണെങ്കിൽ റെൻറ്റഡ് എടുത്തിട്ടാണ്. ഞാൻ ഇതിന് തൊട്ട് മുമ്പത്തെ ക്ലിപ്പിങ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ വെച്ച് സെറ്റ് ചെയ്യുവാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സിങ്ങും കൂടിയേ ഉള്ളൂ. അത് പിന്നെ പെട്ടെന്ന് കഴിയും. അങ്ങനെ ഏകദേശം മേക്കപ്പ് കഴിഞ്ഞ് പിന്നെ അൽത്ത ഇട്ട്, കാരണം അൽത്ത നേരത്തെ ഇട്ടുവാണെങ്കിൽ വേർത്ത് ഇത് പോകത്തില്ലല്ലോ, അതുകൊണ്ട് ഇച്ചിരി നേരത്തെ ഇട്ടിരുന്നു. പിന്നെ അങ്ങനെ ഡ്രസ്സിങ് ഒക്കെ കഴിഞ്ഞ് ഇതാണ് എൻ്റെ ഭരതനാട്യത്തിൻ്റെ ഡ്രസ്സ്. ഭരതനാട്യത്തിൻ്റെ ഡ്രസ്സ് ആക്ച്വലി ഇത് എൻ്റെ തന്നെയാണ്. ഫോക്ക് ഡാൻസിൻ്റെ എൻ്റെ തന്നെയാണ്. മോഹിനിയാട്ടത്തിൻ്റെയും കേരള നടനത്തിൻ്റെയും ഡ്രസ്സ് റെൻറ്റഡ് ആയിരുന്നു. സോ വേണ്ടേ, ഇത് ഫോക്ക് ഡാൻസ്. ആക്ച്വലി ഇത് വൈകിട്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സ് മേളിൽ നിന്ന് എടുത്തതാണ്. അത് പറഞ്ഞിടിപ്പിച്ചതാണ്. അവിടെ താഴെ അമ്മയാണെങ്കിൽ നേരെ എടുക്കുന്നുണ്ട്. എന്നാലും എനിക്ക് മേളിൽ നിന്നുള്ള ക്ലിപ്പിങ്സ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഫോക്ക് ഡാൻസിൻ്റെയാണ്. ഇതിനു മുമ്പ് ഭരതനാട്യവും മോഹിനിയാട്ടവും കേരള നടനവും കഴിഞ്ഞിരുന്നു. കുച്ചിപ്പുടിക്ക് ഞാൻ ഇല്ലായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ തലേന്ന് ഞാൻ അമ്പലത്തിൽ പ്രോഗ്രാം ചെയ്ത് കുച്ചിപ്പുടിയായിരുന്നു. അങ്ങനെ മത്സരം എല്ലാം കഴിഞ്ഞു. അങ്ങനെ മേക്കപ്പൊക്കെ കളഞ്ഞ് ഒന്ന് ഫ്രീ ആയി. അപ്പോൾ പിന്നെ അന്ന് തന്നെയാണ് സമാപന സമ്മേളനം ഉണ്ടായിരുന്നത്. കാരണം ഇത് കേരളോത്സവത്തിൻ്റെ 3-ാമത്തെ ദിവസമായിരുന്നു കൊട്ടാരക്കരയിലെ. അപ്പോഴാണ് സമാപന സമ്മേളനം ആർട്സിൻ്റെ ഒക്കെ അന്നത്തെ ദിവസമായിരുന്നു. സോ ഈ ഒരു മോനാണെങ്കിൽ ഇവിടെ കലോത്സവത്തിന് കൊല്ലം ജില്ലയിൽ ഫസ്റ്റ് കിട്ടിയ ആളാണ്. കഴിഞ്ഞ ദിവസം സ്റ്റേറ്റിലും എന്തൊക്കെ പ്രൈസസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗസ്റ്റൊക്കെ വരാൻ ലേറ്റ് ആയതുകൊണ്ട് കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, നല്ല അടിപൊളിയായിട്ടാണ് വയലിൻ വായിച്ചത്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതിന് തൊട്ട് മുമ്പ് ഇരിക്കുന്ന ആൾ ആ മോൻ്റെ അച്ഛനാണ്. ആ കൊച്ചിന് ഭയങ്കര സപ്പോർട്ടാണ്. അത് നമുക്ക് കണ്ടു നിന്നാൽ തന്നെ മനസ്സിലാവുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കൈകൊട്ടി കളി, തിരുവാതിര, അങ്ങനെ കുറേ പരിപാടി ഉണ്ടായിരുന്നു. എല്ലാം കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് വീഡിയോ ലെങ്ത് കൂട്ടുന്നില്ല. പിന്നെ ഈ ബാക്കിലിരിക്കുന്ന ആളാണെങ്കിൽ എൻ്റെ കൂടെ +2 വരെ പഠിച്ച ഫ്രണ്ടിൻ്റെ അനിയത്തിയാണ്. ആളും മത്സരത്തിനൊക്കെ ഉണ്ടായിരുന്നു, പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഗസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുറേ സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പൊന്നാട അണിയിച്ച് എൻ്റെ ഫസ്റ്റ് ടൈമാണ് എനിക്കിങ്ങനൊരു സ്റ്റേജിൽ വിളിച്ച് ഇങ്ങനെ പൊന്നാടയൊക്കെ കിട്ടുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിപ്പോയി എൻ്റെ പേര് വിളിച്ചപ്പോൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പ്രൈസസ് ആണെങ്കിൽ സർട്ടിഫിക്കറ്റ് ആയിരുന്നു ആക്ച്വലി ഉണ്ടായിരുന്നത്. ഇനി എനിക്ക് കിട്ടിയ പ്രൈസസ് പറയാമല്ലോ. പ്രൈസസ് ആണെങ്കിൽ മോഹിനിയാട്ടത്തിനും കേരള നടനത്തിനും ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു. ഫോക്ക് ഡാൻസിന് സെക്കൻഡും ഭരതനാട്യത്തിന് തേർഡും ആയിരുന്നു. എന്തായാലും ഞങ്ങൾ നല്ല ഹാപ്പി ആയിരുന്നു. പ്രൈസൊക്കെ കിട്ടി, നല്ലോണം ചെയ്യാനും പറ്റിയായിരുന്നു. സോ ഈ വ്ളോഗ് ഇവിടെ ഞാൻ എൻഡ് ചെയ്യുവാണ്. എല്ലാവരും അഭിപ്രായം പറയണം. എൻ്റെ മേക്കപ്പും എൻ്റെ കോസ്റ്റ്യൂമും ഡാൻസിനെയൊക്കെ പറ്റി അഭിപ്രായം പറയണം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.